കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദൈവസാന്നിധ്യം അനുഭവിച്ച് ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്ന ഒരു ബോധ്യത്തിലേക്ക് സ്നേഹപൂർവം നമുക്ക് പ്രവേശിക്കാം. സാധിക്കുന്നത് പോലെ നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് പൂർണ്ണമായി നമ്മെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് നമ്മൾ മനസ്സിൽ ആവർത്തിച്ച് പറയുന്ന മന്ത്രം ഇതാണ്: ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നമ്മുടെ ജീവിതത്തിൻ്റെ കാറ്റും കോളും നിറഞ്ഞ പ്രക്ഷുബ്ധമായ ജീവിതസാഗരത്തിൽ നമ്മുടെ ജീവിതത്തോണി ആടിയുലഞ്ഞ് ഇപ്പോൾ ഇതാ തകർന്നു പോകും, നശിച്ചു പോകും എന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കുകയാകാം. നടുക്കടലിൽ ഇരുകരയും കാണാതെ കുരാകുരി ഇരുട്ടിൽ കാറ്റ്, ഉയർന്നു വരുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്നു, ഇതാ വള്ളം തകർന്നു പോകുന്നു എന്നവസ്ഥയിൽ അപ്രകാരം പ്രക്ഷുബ്ധമായ മാനസിക നിലയിലാണെങ്കിലും ഇതാ നമ്മുടെ ജീവിത നൗകയിൽ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിയുന്നവൻ അവൻ സന്നിഹിതനാണ്, അവനുണ്ട്. നമുക്കുണ്ടാകേണ്ട വിശ്വാസവും പ്രത്യാശയും ഇതാണ്: ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. മനസ്സിൽ ആവർത്തിച്ച് പറയാം. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ മനസ്സിലിങ്ങനെ പറയട്ടെ: ഈശോ എൻ്റെ കൂടെയുണ്ട്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സിൽ പറയട്ടെ: ഈശോ എല്ലാം നോക്കിക്കൊള്ളും. സന്താന സൗഭാഗ്യമില്ലാത്ത ഒരവസ്ഥയായിരിക്കാം. അനേക വർഷങ്ങളായി ചികിത്സകൾ പലത് ചെയ്തു, പണം ഒത്തിരിയേറെ നഷ്ടപ്പെട്ടു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു, ഒത്തിരിയേറെ കാത്തിരുന്നു, ഒന്നും ഫലമില്ലാതെ ഇനി മുൻപിൽ ശൂന്യത മാത്രം എന്നവസ്ഥയായിരിക്കാം. ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പറയണം: ഈശോ എല്ലാം നോക്കിക്കൊള്ളും. 1 പത്രോസ് 5:6 തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ. നിങ്ങളുടെ ജീവിത നൗകയിൽ നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന ഈശോയെ നിങ്ങളുടെ ഉത്കണ്ഠകൾ ഭരമേൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. He is concerned about you. ഈശോ ശ്രദ്ധാലുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല, ഉത്കണ്ഠാകുലരാകേണ്ടതില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് അത് പുറത്തേക്ക് വിടുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആവർത്തിച്ച് മനസ്സിൽ പ്രകാരം പറയുന്നു: ഈശോ എൻ്റെ കൂടെയുണ്ട്. നിശ്വസിക്കുമ്പോൾ പറയുന്നു: ഈശോ എല്ലാം നോക്കിക്കൊള്ളും. തകർന്നടിഞ്ഞിരിക്കുന്ന സാമ്പത്തിക അവസ്ഥയാകാം, ജോലി എത്ര അന്വേഷിച്ചിട്ടും ലഭിക്കാതിരിക്കുന്ന അവസ്ഥയാകാം,
ഉണ്ടായിരുന്ന ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട സാഹചര്യമാകാം. ജോലിയുണ്ട് എന്ന് കരുതി വലിയ ലോൺ എടുത്ത് ഒരുപക്ഷെ ഭവന നിർമ്മാണം തുടങ്ങിയതാകാം. ജോലി നഷ്ടപ്പെട്ടു, കടം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിർമ്മിച്ച ഭവനവും ഉണ്ടായിരുന്ന സ്ഥലവും അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലെത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് നൽകുന്ന, ഈശോ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പിതാണ്: ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. കർത്താവിനെ നിന്റെ ജീവിതം ഭരമേൽപ്പിക്കുക. കർത്താവിനെ നിന്റെ ആഗ്രഹങ്ങൾ ഭരമേൽപ്പിക്കുക. കർത്താവിന് നിന്റെ ഭൂതകാലത്തെ ഭരമേൽപ്പിക്കുക. ഒരുപക്ഷെ നിരാശയിലൂടെ, കുറ്റബോധത്തിലൂടെ കടന്നുപോകുന്ന ഒരാളായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പാപങ്ങളെ ഓർത്ത് നിരാശയിലൂടെ കടന്നുപോകുന്ന ആളായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ മദ്യപാനത്തിലൂടെ കുടുംബത്തിലെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റബോധം ഒരുപക്ഷെ നിന്നെ മതിക്കുന്നുണ്ടാകാം. എൻ്റെ തന്നെ തിന്മയാണല്ലോ എന്നെ ഈ നാശത്തിൽ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് എന്ന ഒരു ചിന്തയിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കാം. കുഞ്ഞെ, നിന്റെ ഭൂതകാലത്തെ നോക്കാൻ, നിന്റെ ഭൂതകാലത്തെ ക്രമപ്പെടുത്താൻ, നിന്റെ ഭൂതകാലത്തിൽ നിന്റെ ആത്മാവിൽ വീണ കറകളെ, കളങ്കങ്ങളെ തുടച്ചു മാറ്റാൻ കഴിയുന്നവൻ നിന്റെ ജീവിത നൗകയിലുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് അത് പുറത്തേക്ക് വിടട്ടെ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈശോ എൻ്റെ കൂടെയുണ്ട്, പുറത്തേക്ക് വിടുമ്പോൾ ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നിന്റെ സ്നേഹിതൻ, നിന്റെ സ്നേഹിത നിന്നെ ഉപേക്ഷിച്ച അവസ്ഥയാകാം. നിന്റെ ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധത എന്ന് പറയുന്നത് ഇന്ന് ഒരുപക്ഷെ ഇപ്രകാരം തിരസ്കരിക്കപ്പെട്ട സ്നേഹമാകാം, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാകാം. നീ ചേർത്ത് പിടിച്ച ഒരാൾ നിന്നെ ഉപേക്ഷിച്ച് പോയതാകാം. അപ്രകാരം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന തോന്നലിലൂടെ ഒരുപക്ഷെ നീ സഞ്ചരിക്കുകയാകാം. കുഞ്ഞെ, നിന്റെ ഈശോ നിന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെയുള്ള നിന്റെ ഈശോ നിനക്ക് വേണ്ടി നിന്ദനങ്ങളേൽക്കുകയും കുരിശ് വഹിക്കുകയും കുരിശിൽ മരിക്കുകയും മരിച്ചടക്കപ്പെടുകയും ചെയ്ത നിന്റെ ഈശോ നിന്റെ കൂടെയുണ്ട്. മരണത്തെ തോൽപ്പിച്ച്, കുഴിമാടത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ നിന്റെ കൂടെയുണ്ട്. മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്നവൻ നിനക്ക് നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ കെൽപ്പ് തരും. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ഈശോ എൻ്റെ കൂടെയുണ്ട്, പുറത്തേക്ക് വിടുമ്പോൾ ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഇതൊരു ബോധ്യമായിട്ട് മാറട്ടെ. ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ഈ ബോധ്യം മുദ്ര ചെയ്യപ്പെടട്ടെ. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. എൻ്റെ സാമ്പത്തിക മേഖല, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. മക്കളുടെ പഠനവും മക്കളുടെ ഭാവിയും, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നീ പൂർണ്ണമായും നിസ്സഹായയായി നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം. ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ, ഉദരത്തിലുള്ള കുഞ്ഞിന് ഒരു അംഗവൈകല്യമുണ്ട് എന്ന മെഡിക്കൽ റിപ്പോർട്ട്. എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈശോയെ എന്നുള്ളൊരു വിളി മാത്രം നിന്റെ കരങ്ങളിലുണ്ട്, നിന്റെ അധരങ്ങളിലുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്. അത് മതി. ഇപ്രകാരം നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും.
ഒരു പരീക്ഷ എഴുതിയതിന് ശേഷം അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നിനക്കിനി എന്ത് ചെയ്യാൻ കഴിയും? കാത്തിരിക്കുക. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിനക്കിനി എന്ത് ചെയ്യാൻ കഴിയും? കാത്തിരിക്കുക. ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം, നിന്റെ എല്ലാ ഡോക്യുമെന്റുകളും സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിനക്കിനി എന്ത് ചെയ്യാൻ കഴിയും? കാത്തിരിക്കുക. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നമ്മുടെ കൈവശമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, ഇതാ കർഷകൻ വിത്ത് വിതച്ചതിന് ശേഷം നന്നായി നിലമൊരുക്കി നിലമുഴുത് മുള്ളുകളും മുൾപടർപ്പുകളും ഒക്കെ മാറ്റി നല്ല നിലത്ത് വിത്ത് വിതച്ചതിന് ശേഷം ഇനി അവൻ എന്ത് ചെയ്യാൻ കഴിയും? കാത്തിരിക്കുക. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ജീവിതത്തിൽ ആവർത്തിച്ച് പറയേണ്ട ഒരു മന്ത്രമാണ്. സങ്കടങ്ങളുടെ കാലത്തും സന്തോഷങ്ങളുടെ കാലഘട്ടങ്ങളിലും ഉള്ളിലേക്ക് ഇതാ ഒരു ശ്വാസനിശ്വാസം പോലെ നമുക്ക് പറയാൻ കഴിയണം, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നീ സഞ്ചരിക്കുന്ന വാഹനത്തെക്കുറിച്ച് നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നിനക്ക് ഒരു വന്നിരിക്കുന്ന രോഗാവസ്ഥ, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥ, എത്ര ചികിത്സിച്ചിട്ടും ഫലിക്കാത്ത അവസ്ഥ, നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്ന വലിയ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, നിനക്കെന്ത് ചെയ്യാൻ കഴിയും? കുഞ്ഞ് രാത്രിയിൽ ഉറങ്ങുന്നില്ല, നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ആവർത്തിച്ച് പറയണം, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. അപ്രകാരം നമ്മെ തന്നെ പൂർണ്ണമായി സമ്പൂർണമായി ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണുപോലും മാറ്റിവെക്കാതെ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പറയണം. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നിന്റെ മകൻ്റെ മകളുടെ കുടുംബജീവിതം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ ഇതാ വിവാഹമോചനത്തിൻ്റെ വക്കിലൂടെ കടന്നു പോകുന്നു. കോടതിയിൽ കേസ് നടക്കുന്നു. നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളുമെന്ന പ്രത്യാശയുടെ പ്രാർത്ഥന ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നിന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം, മക്കളുടെ തെറ്റായ ജീവിതം, നിനക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്ന ബോധ്യത്തോടെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിത നൗകയിൽ തന്നെ വിളിക്കുന്നത് കാത്തിരിക്കുന്ന ഈശോ, ജീവിത നൗകയുടെ അമരത്ത് അവൻ ഉറങ്ങുകയായിരുന്നു എങ്കിലും കടലിന്റെ അഗാധതയിൽ ഒരു മീൻ ചലിക്കുന്നത് പോലും അറിയാവുന്നവൻ, കൊടുങ്കാറ്റ് വന്നതും തിരകൾ ഉയർന്നതും വഞ്ചിയിൽ ആഞ്ഞടിച്ചതും അറിഞ്ഞില്ലെന്നോ? അതറിയാതെയാണോ അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്? തീർച്ചയായുമല്ല. അവൻ കാത്തുകിടക്കുകയാണ്. നമ്മൾ അവന് വിളിച്ചപേക്ഷിക്കുന്നത് കാത്തുകിടക്കുന്ന, കാത്തിരിക്കുന്ന, ഉറക്കം നടിച്ചു കിടക്കുന്ന ഈശോ. അവൻ ഉണരുകയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും ചെയ്യും. അവൻ പറയും, അടങ്ങുക, ശാന്തമാകുക, നിന്റെ മനസ്സ് ശാന്തമാകട്ടെ. തിരകൾ ഒഴിഞ്ഞ ഒരു തീരം പോലെ, കടല് പോലെ, ശാന്തമായൊരു തടാകം പോലെ നിന്റെ മനസ്സ് ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥയാകാം, സ്വത്ത് വിഭജനത്തിൻ്റെ കാര്യമാകാം,
വിവാഹത്തിൻ്റെ കാര്യമാകാം. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ജീവിതത്തിൻ്റെ എല്ലാ പ്രഹേളികൾക്കും ഇതാ ദൈവം തരുന്ന ഉത്തരമാണ്: കുഞ്ഞെ, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് അത് പുറത്തേക്ക് വിടട്ടെ. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ മനസ്സിലാവർത്തിച്ച് പറയട്ടെ: ഈശോ എൻ്റെ കൂടെയുണ്ട്. പുറത്തേക്ക് വിടുമ്പോൾ ഈശോ എല്ലാം നോക്കിക്കൊള്ളും.